മോളെ വലിയേട്ടൻ്റെ കൊച്ചമ്മാവൻ്റെ അവിടുത്തെ സദ്യ എന്ന് പറഞ്ഞൊന്നും നമുക്ക് ലീവ് തരാൻ പറ്റത്തില്ല. വിവാഹം എന്ന് പറഞ്ഞൊരു പവിത്രമായ ബന്ധമാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ട്, നമുക്കത് ലൈവായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ അതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ലെറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ 1 അവർ കുട്ടിക്ക് ലീവായിട്ട് തരും. കാര്യം നമുക്ക് ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 അവറാണ്. അത്രയും ലോങ് ലീവൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ മരണത്തിന് മാത്രമേ നമുക്ക് ലീവ് തരാൻ പറ്റത്തുള്ളൂ. ഉപ്പൂപ്പാൻ്റെ മരണം വന്നു പറഞ്ഞാൽ നമുക്ക് ലീവൊന്നും തരാൻ പറ്റത്തില്ല. ഒന്നും പോസിബിൾ ആയിട്ടുള്ളൊരു മൂവ് അല്ല കേട്ടോ. കാര്യം നമ്മുടെ കോഴ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ വേണം. നമ്മളോട് പറയാതെ നിങ്ങൾ ലീവ് എടുക്കുകയാണെങ്കിൽ അതൊരു അൺഓതറൈസ്ഡ് ലീവാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ കുട്ടിക്ക് അവിടെ വരെ പോകണമെങ്കിൽ നമുക്ക് 10:45 AM മുതൽ 4:45 PM വരെ നമുക്ക് ലീവ് തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കൂട്ടുകാരെ കണ്ടെന്നിരിക്കുക. ഇപ്പം നിങ്ങൾ അർജുനെ കണ്ടെങ്കിൽ കാണുന്ന ടൈം 10:59 മുതൽ നിങ്ങൾ 11 മണി വരെ സംസാരിച്ച് അതൊന്ന് എഴുതണം, നോട്ട് ചെയ്യണം. ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചായ കുടിച്ചെങ്കിൽ, ഇതെല്ലാം നമുക്ക് ടൈം മെഷർ. കാരണം ഓരോ ടൈമും വാല്യുബിളാണ്. നമുക്ക് 10:45 മുതൽ 4:45 വരെയുള്ള ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീവ് വേണം 2 ആഴ്ചയ്ക്ക് മുമ്പ് എവിടെയാണോ ചെല്ലുന്നത് അവിടെ നിന്നുള്ള ലെറ്റർ നമുക്ക് മെയിലായിട്ടോ അല്ലെ കത്തായിട്ടോ അയക്കണം. നിങ്ങളുടെ പേരൻസ് നമ്മളെ വിളിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളും ലെറ്റർ തരേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, റിസൾട്ടുകളും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള പാൻ ID, അതുപോലെ തന്നെ ആധാർ, ഇതിൻ്റെയൊക്കെ 4 കോപ്പി നിങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗസ്റ്റിനെയും കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് നമുക്കിങ്ങോട്ട് കൊറിയർ അയക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഓൺ ടൈമിൽ നമുക്ക് എത്തുകയാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ലീവ് അനുവദിക്കാം കേട്ടോ. ശുഭദിനം.